ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ബീൻസ്, കോളിഫ്ലവർ, സവാള, ക്യാപ്സിക്കം ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതല്ലാതെ ചെറുപയർ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്താൽ മതി. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എടുക്കാം. അതില്ലെങ്കിൽ സാധാരണ ഓയിൽ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് നുറുക്കിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇങ്ങനെ വഴറ്റിയിട്ട് പിന്നെ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് വഴറ്റിയെടുക്കണം. ഇതും ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് കോളിഫ്ലവർ, 1/4 കപ്പ് ക്യാപ്സിക്കം ഇത്രയും ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. തീ മീഡിയത്തിലും കുറച്ച് വെച്ചാൽ മതി. നമുക്ക് നല്ല തിക്കായിട്ടുള്ള സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറികൾ ഇങ്ങനെ വഴറ്റുമ്പോൾ ഇതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ ചേർത്താൽ മതി. അപ്പോൾ ലാസ്റ്റ് സൂപ്പ് ഉണ്ടായി വരുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. സൂപ്പ് നല്ല ടേസ്റ്റി ആവാനായിട്ട് ഞാനിവിടെ വെജ് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, പക്ഷെ ചേർത്താൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഒരു ക്യൂബിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ, പകുതി മതിയാകും. ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാകും. ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഇത് അലിഞ്ഞ് ചേർന്നോളും. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളിലേക്ക് കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ടത് കുറുകി വരുമ്പോഴാണ് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ചേർത്ത വെജ് സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കണില്ല. നിങ്ങൾ ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് 2 വിസിലിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് മൂടി തുറന്നിട്ട് അധികം ഉണ്ടെന്ന് തോന്നുന്ന വെള്ളം കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്തും കിട്ടും, അതുപോലെ നല്ല കുറുകിയ പരുവത്തിലുള്ള സൂപ്പും കിട്ടും. അത് വേവണ സമയം കൊണ്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള സൂപ്പാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് കുറച്ച് കുറുക്കിയെടുക്കാം. ഇതുപോലെ കുറച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 4-5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ തിളയ്ക്കുമ്പോൾ സൂപ്പ് കുറച്ച് തിക്കായിട്ട് വരാൻ തുടങ്ങും. ഏത് രീതിയിലാണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ലാസ്റ്റ് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാകും. സൂപ്പിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പ് നമ്മൾ എപ്പോഴും ചെറിയ ചൂടോടെ കുടിക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അതുപോലെ ബട്ടറിൽ മൊരിയിച്ചെടുത്ത ബ്രെഡും ഈ വെജിറ്റബിൾ സൂപ്പും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്